ജൻസി വിപ്ലവം നേപ്പാളിൽ ഒരു ഭരണമാറ്റം തന്നെ സൃഷ്ടിച്ചു. നേപ്പാളിൽ മാത്രമല്ല, ബംഗ്ലാദേശിലും ശ്രീലങ്കയിലൊക്കെ ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പഴയ തലമുറയ്ക്ക് ഇതൊക്കെ ഒരു അത്ഭുതമായിരിക്കും. പുതിയ തലമുറ ഇത്ര പെട്ടെന്ന് ഇത്ര എളുപ്പത്തിൽ ഒരു സർക്കാരിനെ തന്നെ താഴെ ഇറക്കാന്നൊക്കെ പറയുന്നത്. ഈ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഈ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോമൺ ആയിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ ഇവരൊക്കെ ബ്രിട്ടൻ്റെ മുൻ കോളനികളായിരിക്കും, അല്ലെങ്കിൽ ബ്രിട്ടനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കി ഭരണം നടത്തുന്ന രാജ്യങ്ങളായിരിക്കും. ഇവിടെയാണ് ഫ്രാൻസ് ഫാനൻ്റെ പ്രവചനങ്ങളുടെ പ്രസക്തി. ഫ്രാൻസ് ഫാനൻ ആരാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു പോസ്റ്റ് കൊളോണിയൽ ചിന്തകനായിരുന്നു. കറുത്ത വർഗ്ഗക്കാരനായിട്ട് ഫ്രഞ്ച് കോളനിയായ അൾജീരിയയിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ കോളനിവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. ഫാനൻ്റെ പഠനം അനുസരിച്ച് ഈ കോളനി വാഴ്ചക്കാലത്ത് കോളനിവാസികളുടെ ശരീരത്തിനുണ്ടാവുന്ന മുറിവുകളെക്കാളും വലുതായിരിക്കും അവരുടെ മനസ്സിനുണ്ടാവുന്ന മുറിവുകൾ എന്നാണ്. ഈ സ്വതന്ത്രരായപ്പോൾ അവർക്ക് കിട്ടിയ ഭരണാധികാരികളാണെങ്കിൽ ദേശീയ ബൂർഷകൾ എന്നറിയപ്പെടുന്ന വരേണ്യവർഗ്ഗക്കാരും, അവരാണെങ്കിൽ മുന്നേ ഭരിച്ചിരുന്നവരെക്കാളും മോശം, അതിനേക്കാളും കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളോ അങ്ങനെ ഒന്നും ചെയ്യാതെ ദേശീയ പതാകയിലും ദേശീയ ഗാനത്തിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി അത് വലിയ ദേശീയതയായിട്ട് കാണിച്ച് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ നോക്കി. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇവരോടുള്ള ഒരു വെറുപ്പും ദേഷ്യവും പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇവരുടെ പണ്ടത്തെ കൊളോണിയൽ യജമാനന്മാർ ചെയ്തതുപോലെ തന്നെ അതേ അധികാര ദുർവിനിയോഗവും ധൂർത്തും അഴിമതിയൊക്കെ ഇവർ ചെയ്യുന്ന കാണുമ്പോൾ ഈ ദേഷ്യമൊക്കെ കൂടും. പക്ഷെ അവരുടെ ആ ഒരു കൊളോണിയൽ വിധേയ മനസ്സ് ഇതെല്ലാം സഹിച്ച് ജീവിക്കാൻ ആ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഇവരുടെ ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ അവരുടെ പണ്ടത്തെ കൊളോണിയൽ യജമാനന്മാരുടെ സ്ഥാനത്തായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു അനുസരണവും വിധേയത്വം അവർക്ക് വന്നു. അപ്പോൾ ഫാനൻ്റെ അഭിപ്രായത്തിൽ ഒരു വലിയ ഭീകരമായിട്ടുള്ളൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു അക്രമമോ ഒക്കെ നടന്നാലേ ഡീകോളനൈസേഷൻ സാധ്യമാകുമെന്നാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വേണം ഈ ജൻസി കലാപത്തെ നമുക്ക് കാണാൻ. കൊളോണിയൽ അടിമത്ത മനോഭാവത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിതരായിട്ടുള്ള ഒരു തലമുറയാണ് ജൻസി. കൊളോണിയലിസത്തിൻ്റെ അവശേഷിപ്പുകളൊന്നും അവരിലില്ലാന്ന് സാരം. അപ്പോൾ അവരിതുപോലെയുള്ള വല്ല ധൂർത്തും അഴിമതിയും അധികാര ദുർവിനിയോഗമൊക്കെ കണ്ടാൽ ചോദ്യം ചെയ്യും, വേണ്ടി വന്നാൽ പുറത്താക്കുകയും ചെയ്യും. അധികാരത്തിൻ്റെ ഗിമ്മിക്കുകളൊന്നും കാണിച്ചാൽ അവരെ പേടിപ്പിക്കാൻ പറ്റില്ല. അതായത് ഈ അംഗരക്ഷകർ, പട്ടാളക്കാർ, സുരക്ഷ, മണിമന്ദിരങ്ങൾ, അധികാര ചിഹ്നങ്ങളൊന്നും അവർ വകവയ്ക്കില്ല. ഫാൻ പ്രവചിച്ചതുപോലെ അക്രമത്തിലൂടെ മാത്രമേ ഡീകോളനൈസേഷൻ സാധ്യമാകുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വേണം നമുക്ക് ഈ ജൻസി കലാപത്തെ കാണാൻ. ഈ മുതലാളിമാരുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് സംവിധാനങ്ങൾക്ക് ലാഭം കൊയ്യാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അതിൽ കൂടെ അധികാരം നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന, ഈ വേണമെങ്കിൽ സ്വേച്ഛാധിപത്യം തന്നെ നടപ്പിലാക്കാമെന്ന് വിചാരിക്കുന്ന, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കാത്ത 70-80 കഴിഞ്ഞ ഭരണകർത്താക്കൾക്കും അവരുടെ ഭരണ ശൈലികൾക്കൊക്കെ ഒരു താക്കീതാണ് ഈ കലാപം. സ്വന്തം രാജ്യം വികസിച്ച് കാണണമെന്നും അങ്ങനെ ഒരു രാജ്യത്തിൽ ജീവിക്കണം എന്നൊക്കെയുള്ള നിശ്ചയദാർഢ്യമുള്ളവരാണ് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ. അപ്പോൾ അതിന് തടസ്സമായിട്ട് എന്തെങ്കിലും വന്നാൽ അവർ ചോദ്യം ചെയ്യും, വേണമെങ്കിൽ ബലപ്രയോഗം നടത്തും. അപ്പോൾ ഈ പഴയ തലമുറേൻ്റെ കൊളോണിയൽ മൂല്യബോധങ്ങളൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പതിയെ അവരെ അധികാരം ഏൽപ്പിക്കാമെന്ന് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. 75 കഴിഞ്ഞാലും അധികാരത്തിൽ തുടരണമെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ചോദ്യത്തിനും ചർച്ചകൾക്കൊന്നും ഇനി പ്രസക്തി ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത്തരത്തിലുള്ള ആളുകൾ അധികാരത്തിൽ തുടരുന്നതും യുവത്വത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഒരു വിരോധാഭാസമാണ്. ശരിക്കും രാഷ്ട്രീയത്തിലും റിട്ടയർമെൻറ്റ് അനിവാര്യമാണ്. ഇതൊക്കെ പരിഗണിച്ച് ഭരണകർത്താക്കൾ ഭരണമാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നാൽ നല്ലത്. ഇന്ത്യയിലെ യുവജനങ്ങളും ഇങ്ങനെയൊന്നും ചിന്തിച്ചുകൂടാന്നില്ലല്ലോ.